വാട്സ്ആപ്പ് ഗൈസ് ബോക്സ്മേറ്റ് നാസിമാണ് 15,000 രൂപയിൽ താഴെ എടുക്കാൻ പറ്റിയ ദ ബെസ്റ്റ് മൊബൈൽസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഓൾ റൗണ്ടർ അതേപോലെ തന്നെ ദീർഘകാലം യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള മൊബൈൽ ഫോണ്, ക്ലീൻ UI, ക്യാമറ, ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ്, ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കുറച്ചധികം മൊബൈലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ലെറ്റ്സ് ഗോ. 15,000 രൂപയിൽ താഴെ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കിട്ടണം, അതേപോലെ തന്നെ കുറച്ചധികം നാൾ നമുക്ക് യൂസ് ചെയ്യണം എന്നുള്ള ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട് മൊബൈൽ എടുക്കുന്ന ആളുകളാണെങ്കിൽ സാംസങ്ങിന്റെ ഭാഗത്ത് നിന്നും F15 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14ലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. 4 കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേഷൻ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്ഡേഷൻ ചെയ്ത് ആ ഒരു വേർഷനിൽ ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. Dimensity 6100+ എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 90 Hz സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 13 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ സാംസങ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആൻഡ്രോയിഡിന്റെ ഏറ്റവും പുതിയ വേർഷൻ ഒക്കെ നിങ്ങൾക്ക് വരുന്ന ഉടൻ തന്നെ അപ്ഡേഷൻ ചെയ്യണം, ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് സാംസങ്ങിന്റെ F15 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ഉറപ്പായിട്ടും നോക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ ആണ്. ഇനി നിങ്ങൾ നോക്കുന്നത് ഓൾ റൗണ്ടർ കാറ്റഗറിയിൽ വരുന്ന ഒരു മൊബൈൽ ഫോൺ ആണ്. എല്ലാ രീതിയിലും നല്ല മികവുകൾ തരുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ ഫോൺ ആണ് നോക്കുന്നതെങ്കിൽ പോക്കോയുടെ ഭാഗത്ത് നിന്നും പോക്കോ X6 Neo എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. 15,000 രൂപയിൽ ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മൊബൈൽ ഫോൺ ആണ് പോക്കോ X6 Neo എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, ഐ ബട്ടണിൽ കൊടുത്തേക്കാൻ, ജസ്റ്റ് കയറി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. 108 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, Dimensity 6080 ചിപ്സെറ്റ്, 120 Hz സൂപ്പർ AMOLED ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ഇത്തരത്തിലെ എല്ലാം അടങ്ങിയ ഒരു പാക്കേജ് ഓൾ റൗണ്ടർ ഫോണാണ് പോക്കോ X6 Neo എന്ന് പറയുന്നത്. 14,999 ആണ്. ഓഫറൊക്കെ കഴിച്ചതിന് ശേഷം 14,000 രൂപ അടുത്ത് ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. 15,000 രൂപയിൽ താഴെ ഇപ്പോൾ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾ റൗണ്ടർ ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പോക്കോയുടെ X6 Neo ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോണാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 15,000 രൂപ ഇല്ല, ഒരു 11,000 12,000 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിലോ പോക്കോയുടെ ഭാഗത്ത് നിന്നും M6 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു മൊബൈൽ ഫോണിൽ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്, പക്ഷേങ്കിൽ ഫുൾ HD+ സപ്പോർട്ട് ഉണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ പ്രൊസസ്സറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ പോക്കോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ 4th Gen 2 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 12,000 രൂപ തോതിൽ ഈ ഒരു പ്രൊസസ്സർ കൊള്ളാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. കാരണം ഒരുപാട് പ്രൈസ് നമ്മൾ കൊടുക്കുന്നില്ല, ആ ഒരു പ്രൈസിനനുസരിച്ചുള്ള സ്പെസിഫിക്കേഷൻ മാത്രമേ ഈ ഒരു മൊബൈൽ ഫോണിൽ കാണുന്നുള്ളൂ. 15,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ്, ഏറ്റവും പെട്ടെന്ന് ചാർജ് കയറുന്ന തരത്തിലുള്ള ഒരു മൊബൈൽ ഫോണാണ് നോക്കുന്നതെങ്കിൽ പോവയുടെ ഭാഗത്ത് നിന്നും പോവ 5 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നുണ്ട്. 6 Pro ഇപ്പോൾ ഇനി ഇറങ്ങാൻ പോവുകയാണ്. പക്ഷേ ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 13ലാണ് ഇത് വരുന്നത്. ആൻഡ്രോയിഡ് 14 ഒക്കെ വേണ്ട ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും പോവ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ പോവ 6 Pro എന്ന് പറയുന്ന വേരിയന്റ് വരുന്നുണ്ട്. 15,000 രൂപ എന്നുള്ള ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് പോവ 5 Proയിൽ വരുന്നത്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. Dimensity 6080 ചിപ്സെറ്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിലും വരുന്നത്. പക്ഷേ ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് LCD ഡിസ്പ്ലേ ആണ്. ക്യാമറയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇത് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. 15,000 രൂപയിൽ താഴെ ഒരു ക്ലീൻ UI അനുഭവമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മോട്ടോറോളയുടെ ഭാഗത്ത് നിന്നും വൺ ഓഫ് ദ ബെസ്റ്റ് മൊബൈൽ ഫോൺ വരുന്നുണ്ട്. മോട്ടോ G54 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് വരുന്നത്. Dimensity 7020 ചിപ്സെറ്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത് ആൻഡ്രോയിഡ് 13ലാണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ആണ് നിലവിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ആൻഡ്രോയിഡ് വേർഷൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പോരായ്മയായിട്ട് പല ആളുകൾക്കും തോന്നിയേക്കാം. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ വരുന്നത് LCD ഡിസ്പ്ലേ ആണ്, പക്ഷേ എങ്കിലും 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്നുണ്ട്. ഏകദേശം 13,499 രൂപയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ബാങ്ക് ഓഫർ കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം 13,000 രൂപയ്ക്ക് മോട്ടോ G54 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഉറപ്പായിട്ടും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയൊരു മൊബൈൽ ഫോണാണ് മോട്ടോറോളയുടെ ഭാഗത്ത് നിന്നുള്ള മോട്ടോ G54 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ. 15,000 രൂപയിൽ താഴെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിൽ വെച്ച് ബെസ്റ്റ് ആയുള്ള മൊബൈൽ ഫോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോൺസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത്. 15,000 രൂപയിൽ താഴെ നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് പറഞ്ഞ ഈ ഒരു മൊബൈൽ ഫോൺസ് ഒക്കെ പരിഗണിക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുമ്പോൾ നാസ്മി സൈനിങ് ഓഫ്. താങ്ക് യു.